എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്കിന്ന് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ് സവർണനും അവർണനും. സവർണൻ എന്ന് പറഞ്ഞാൽ എന്താ, അവർണൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നും നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത്? ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു വഴി നമ്മുടെ വിദ്യാഭ്യാസ നയത്തിലും അതുപോലെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റവും തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെ കടന്നുപോയതിൻ്റെ ഫലമായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് ഇതിനെ പറ്റി നമ്മൾ ഗഹനമായിട്ട് നോക്കിയാൽ, പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് വളരെയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സവർണൻ അവർണൻ എന്ന് പറയുന്ന സംഗതികൾ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും അത് പല ജാതീയതയുടെയും രാഷ്ട്രീയത്തിൻ്റെ പ്രസരിപ്പിലും കൂടി അവരുടെ നൈമിഷിക കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ കാര്യത്തിന് മുൻതൂക്കം കിട്ടാൻ വേണ്ടി ഒരു സംസ്കാരത്തെ അടിച്ചമർത്തുന്ന ഒരു രീതിയിലാണ് തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഹിന്ദു സംസ്കാരത്തിൽ അതൊരു ധർമ്മമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ റിലീജിയൻ അല്ല. റിലീജിയൻ എന്നുള്ള വാക്ക് തന്നെ വെസ്റ്റേണാണ്, മതമാണത്. ഇത് സംസ്കാരമാണ്. ധർമ്മം മതമാണെന്ന് പ്രചരിപ്പിച്ചത് തന്നെ തെറ്റാണ്. അത് വെസ്റ്റേൺ കൾച്ചറാണ് അത് പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് അത് തെളിയിക്കാനായിട്ട് ധാരാളം വഴികളുണ്ട്. നമ്മുടെ രാജ്യത്തെ സംസ്കാരത്തെ ശിഥിലമാക്കാനായിട്ട്, നമ്മുടെ സംസ്കാരത്തെയും ഇവിടെയുള്ള നാച്ചുറൽ പ്രോപ്പർട്ടിയും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും അതുവഴി ഇവിടെ ഒരു കച്ചവട കേന്ദ്രമാക്കാനും മറ്റു രാജ്യങ്ങളിൽ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനി ഇംഗ്ലീഷുകാർ മറ്റു പല രാജ്യങ്ങളും കൊള്ളയടിച്ചതുപോലെ ഇവിടെ വന്ന് ഈ സംസ്കാരത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവിടെ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ള തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോർഡ് മെക്കാളെ പ്രഭു, അദ്ദേഹത്തിൻ്റെ ദൗത്യം തന്നെ ഇവിടുത്തെ ഈ മതത്തെ, ഹിന്ദു ധർമ്മത്തെ തിരസ്കരിച്ചുകൊണ്ട്, ഡിസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ കൊണ്ട് ഇവിടെ സ്ഥാപിക്കുക. അങ്ങനെ ഇവിടെ ആ മതം അല്ലെങ്കിൽ ഹിന്ദു കൾച്ചർ അത് സംസ്കൃതത്തിൽ വളരെ ഭംഗിയായിട്ട് നിർവചിച്ച ഒരു സംസ്കാരമായിരുന്നു. ആ സംസ്കാരത്തെ, ആ ഭാഷയെ തീർത്തും വികലമാക്കിക്കൊണ്ട് അതിൻ്റെ അർത്ഥത്തെ മുഴുവൻ മിസ്പെൽറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാറ്റിമറിച്ചുകൊണ്ട് അല്പജ്ഞാനിയായിട്ടുള്ള സംസ്കൃതത്തിലെ പണ്ഡിതനാണെന്ന് പറയപ്പെടുന്നു എങ്കിലും നമ്മുടേതായിട്ടുള്ള സംസ്കൃത ഭാഷയുടെ ആ പാരമ്യതയിലേക്ക് എത്താത്ത മാക്സ് മുള്ളറെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടും ഇവിടെ ആര്യൻ ഇൻവേർഷൻ തിയറി അടക്കം സംസ്കൃതത്തിലെ പല കാര്യങ്ങളും അവർ തർജ്ജമ ചെയ്ത് ഇവിടുത്തെ അന്നത്തെ ജനങ്ങളുടെ മനസ്സിൽ ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഈ 4 വർണ്ണങ്ങളെ അവർ 4 കാസ്റ്റുകളാക്കിയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരികയും, ശരിക്കും പറഞ്ഞൊരു സ്പാനിഷ് വേർഡാണ് കാസ്റ്റ എന്നുള്ള വേർഡിൽ നിന്നാണ് കാസ്റ്റ് ഉണ്ടായത്, വർഗം എന്നർത്ഥം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വർഗം എന്നുള്ള ഉദ്ദേശത്തിലല്ല നമ്മൾ ഈ ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞിരിക്കുന്ന സംഗതി പറഞ്ഞിട്ടുള്ളത്.
അതിനെ വളരെയധികം ഭംഗിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ സംസ്കൃതത്തിൻ്റെ പ്രത്യേകത തന്നെ സംസ്കരിച്ചെടുത്ത ഭാഷയാണ്. ആ ഭാഷയുടെ അർത്ഥം തന്നെ അത്രയും മാധുര്യമുള്ളതാണ്. അതിൽ ഒരു തരത്തിലും പാഴ്വാക്കുകളില്ല. അങ്ങനെയുള്ള ആ ഭാഷയെ വികലമാക്കിക്കൊണ്ട് വെസ്റ്റേൺ കൾച്ചർ, അവിടെയാണ് റിലീജിയൻ ഉണ്ടായിട്ടുള്ളത്, അവരിവിടെ അവരുടെ കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്ത് ആ ഇംഗ്ലീഷാണ് എല്ലാത്തിൻ്റെയും അധിപൻ എന്ന് പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ച് ഇവിടുത്തെ ജനങ്ങളെ കൊണ്ട് തന്നെ അത് മനസ്സിലാക്കിച്ച് എന്തോ വലിയ കാര്യം ചെയ്യാനെന്ന മട്ടിൽ അവരുടെ അധികാരം ഇവിടെ പിടിച്ചടക്കുക, അവരുടെ റിലീജിയനെ ഇവിടെ വളർത്തിയെടുക്കുക എന്നുള്ള പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് വളരെയധികം പിന്നോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം 1724 മനുസ്മൃതി എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ ഇംഗ്ലീഷുകാരെഴുതിയതാണ്. അതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അത് ഹിന്ദു മതമാണെന്ന് ധരിപ്പിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ തന്നെ അതിൽ നമുക്കത് നോക്കിയാൽ മനസ്സിലാവും. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിൽ ബലിയടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള അനുഷ്ഠാനങ്ങളെ മാറ്റി ചിത്രീകരിച്ചുകൊണ്ട് തെറ്റായ ധാരണകൾ പറഞ്ഞു മനസ്സിലാക്കുകയും അങ്ങനെ അതിനേക്കാൾ എത്രയോ വലുതാണ് ഞങ്ങളുടെ റിലീജിയൻ എന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ ഗ്രാജുവലി ശരിക്ക് ജനങ്ങളിൽ അന്ധവിശ്വാസത്തിലേക്ക് വരുത്തിക്കൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി പതുക്കെ ഇവിടെ അധികാരം സ്ഥാപിച്ചെടുത്ത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മാക്സ് മുള്ളർ അദ്ദേഹത്തിൻ്റെ വൈഫിന് എഴുതിയ കത്ത് വായിച്ചു നോക്കിയാൽ അതിൽ വളരെ വ്യക്തമാണ്. എൻ്റെ ദൗത്യം ഇതായിരുന്നു. ആ ദൗത്യം കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ മെക്കാളെ പ്രഭുവാണ്. മെക്കാളെ പ്രഭു അച്ഛൻ എഴുതിയിട്ടുള്ള ആ ആധികാരികമായ ലെറ്റർ അതിന് തെളിവാണ്. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ ദൗത്യം ഏകദേശം വിജയിച്ചിട്ടുണ്ട്, നമ്മുടെ കാര്യസാധ്യം നടക്കും, അത് വിശ്വസിച്ചുകൊണ്ട് അവർ ഇനിയൊരു 10-40 വർഷത്തോളം ഒരു പ്രശ്നവുമില്ല അത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസ രീതി നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് സംസ്കൃതത്തെക്കുറിച്ച് അറിവില്ലെങ്കിലും എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു എന്നുള്ളൊരു വാക്യം അതിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാക്സ് മുള്ളർ ഭാര്യയ്ക്ക് എഴുതിയ കാര്യത്തിൽ അദ്ദേഹം ഇത്തിരി ദരിദ്രമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. അപ്പം അന്നത്തെ ഏറ്റവും വലിയ അറിവുള്ള ഒരാളാണ്, ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ളതാണ് എന്നൊക്കെയുള്ള ഒരു ധാരണയിൽ, അങ്ങനെയുള്ള ധാരണയിൽ ഇവരുടെ ഒരു ടീമിനെ ഏൽപ്പിക്കുകയും അവരുടെ അറിവ് വെച്ച് 2 പദ്ധതിയാണ്. ഒന്ന്, അവർക്ക് കാശ് വേണം, 2 അവർക്ക് സ്റ്റാറ്റസ് വേണം. അപ്പം അങ്ങനെ ഒരു വലിയ പേരും പെരുമയും അതുപോലെ പൈസയും, അതിനു വേണ്ടിയിട്ട് ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു സംസ്കാരത്തെ തച്ചുടച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിന് അത് വലുതാണെന്നാക്കി കൊടുക്കാനുള്ള ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ആര്യൻ ഇൻവേഷൻ, ആര്യനും ദ്രാവിഡനും എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നമ്മൾ വിഭാഗീയത സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സിസ്റ്റം ആര്യൻ അവിടുന്ന് അത് വെസ്റ്റേൺ കൾച്ചറിൽ നിന്നാണൊക്കെ ഇത് ഉണ്ടായത്, ഹിന്ദു കൾച്ചർ ഉണ്ടായതെന്നൊക്കെയുള്ള വരുത്തി തീർക്കലാണ് അതിന് ശ്രമം നടത്തിയതെന്നർത്ഥം. യഥാർത്ഥത്തിൽ ഇത് രണ്ടും തെറ്റാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഇന്ന് നിലനിൽക്കുന്ന സംസ്കാരത്തിലെ 5000 വർഷങ്ങളോളം പഴക്കമുള്ള ഋഗ്വേദം നമുക്കറിയാം. ഏറ്റവും ആധികാരികമായിട്ട് ഋഗ്വേദത്തിനെയാണ് അവർ ആദ്യം കൈവച്ചത്. ആ ഋഗ്വേദത്തിനെ അവർ തളർത്തിക്കളഞ്ഞുകൊണ്ട് അതിനെ ആവശ്യമില്ലാത്ത രീതിയിൽ അതിനെ വിശകലനം ചെയ്തുകൊണ്ട്
ജനങ്ങൾ സംസ്കൃതത്തെ പാടെ മറക്കുന്നൊരവസ്ഥയിലുമായിരുന്ന അവസ്ഥ. അതായത് സംസ്കൃത ഭാഷയെ വ്യക്തമായി ജനങ്ങളിലേക്ക് എത്തിച്ച് കൊടുക്കാത്തതിൻ്റെ ഫലമായി സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന സംസ്കാരത്തിന് ഒന്നുകൂടി ശരിക്കു പറഞ്ഞാൽ കൺഫ്യൂഷനാക്കി തീർത്തുകൊണ്ട് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഈ പറയുന്ന ഈ എല്ലാ മെക്കാനിസവും. അതായത് മാക്സ് മുള്ളർ അത് പിന്നീട് സമ്മതിക്കുകയുണ്ടായി. അദ്ദേഹം എഴുതിയത് തെറ്റാണ്, എൻ്റെ ദൗത്യം ഇതാണ്, അതുകൊണ്ട് എഴുതിയതാണ്, തീർച്ചയായും ഞാൻ സംസ്കൃതത്തിൽ അത്ര പണ്ഡിതനൊന്നുമല്ല, എന്നാൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ ആ ഒരു പരിണതഫലം പിന്നെ നമ്മുടെ ഹിന്ദു കൾച്ചറിലെ ജനങ്ങളുടെ തെറ്റിദ്ധാരണകളും അവരിന്നും വിശ്വസിക്കുകയാണ്. അവരത് ആഴ്ന്നിറങ്ങാനോ ആ ഭാഷയെക്കുറിച്ച് പഠിക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അവർ ശ്രമിക്കാതെ ഇങ്ങനെയുള്ള കുറേ റൈറ്റേഴ്സിനെ കൊണ്ടുവന്ന് അവർ പറഞ്ഞതാണ് ശരി, ഇംഗ്ലീഷ് ഭാഷയല്ലാതെ വേറൊന്നും ലോകത്തിലില്ല. അപ്പോൾ കുറേ ഒരു ലോക്കൽ ലാംഗ്വേജുകളുടെ ഡിസ്ട്രാക്ഷനും മാന്യമായിട്ടുള്ള സംസ്കൃത ഭാഷയുടെ നാശനത്തിലേക്കും അത് വഴിതെളിച്ചു എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് പല ഗ്രന്ഥങ്ങളും ഒറിജിനലായിട്ട് ഭഗവത്ഗീത അടക്കം ഋഗ്വേദ യജുർവേദമൊക്കെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അന്നും ഇന്നും എന്നും അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഏറ്റവും വലിയ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഘടകങ്ങളും മിക്ക മന്ത്രങ്ങളും എന്താണ് അതിൻ്റെ അർത്ഥമെന്നും അതിൻ്റെ ദിശാബോധവും ഒക്കെ കമ്പ്യൂട്ടറൈസേഷൻ ടെക്നോളജിയിലൂടെ എല്ലാം പഠിച്ചു വെച്ച് നോക്കുമ്പോൾ റോബോട്ടിസം വരെയുള്ള ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ദീർഘദർശനത്തോടുകൂടി നമ്മുടെ മഹർഷി വര്യന്മാർ കണ്ടെത്തിയതിൻ്റെ ഫലമാണ് അതിൽ കാണാൻ സാധിക്കുക. അപ്പോൾ വളരെ വ്യക്തമാണ്, അത് ശാസ്ത്രീയമായിട്ടുള്ളതാണ്. അതാണ് ലോകത്തിൻ്റെ എല്ലാത്തിൻ്റെയും നേർക്കാഴ്ച. ആ സത്യം നിങ്ങൾ മറച്ച് തിരിച്ച് പിന്തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഭാരതീയ സംസ്കാരത്തിനെ ഒന്നുമല്ലാതാക്കാനും ഡിസ്ട്രക്റ്റ് ചെയ്യിക്കാനും അതുവഴി ഇവിടെ ശിഥിലമാക്കാനുള്ള ശ്രമമായിരുന്നു അത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇന്നും നമ്മൾക്ക് നമ്മുടെ ഈ ഹിന്ദു സംസ്കാരത്തിന് തിരിച്ചു വരാൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും, അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗം അതിനെ അങ്ങനെയല്ല ഇങ്ങനെയുള്ള പല തൊട്ടുന്യായങ്ങൾ പറഞ്ഞ് അത് തിരിച്ച് അമർത്തുന്ന രീതിയിലും രണ്ട് ധ്രുവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇന്ന് അന്ധവിശ്വാസങ്ങൾ നടക്കുന്നു, നമ്മുടെ സംസ്കാരം ഇങ്ങനെയാണ് അതല്ലാതെ അല്ല എന്നുള്ള തെറ്റിദ്ധാരണ മുഴുവനായിട്ട് മാറാൻ സാധിച്ചിട്ടില്ല. അതിപ്പോഴും ആ കാസ്റ്റിസവും ആ ജാതി മതവർഗീയവുമായിട്ട് ചേർത്തുകൊണ്ട് രാഷ്ട്രീയക്കാരും അവരുടെ മുതലെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇനിയും തുടരാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സംസ്കാരത്തെ തിരിച്ചറിയേണ്ടതാണ്. ഇവിടെ ഇത് പറയാൻ കാരണം, സവർണൻ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമെന്ന് ചോദിച്ചാൽ, സവർണം എന്ന് പറഞ്ഞാൽ എല്ലാവരിലുമുള്ള വർണ്ണം എന്നർത്ഥം. അപ്പോൾ വർണ്ണത്തിന് വേറൊരു അർത്ഥം കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ചോയ്സ് ഓഫ് ആക്ടിവിറ്റീസിൻ്റെ ചോയ്സിനനുസരിച്ചിട്ടാണ് വർണ്ണത്തെ പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ആ മനസ്സിൻ്റെ ആ ഊർജം അല്ലെങ്കിൽ മാനസികാവസ്ഥ പോസിറ്റീവായിട്ട് മാറ്റുന്ന തരത്തിലുള്ള ആ ഒരു കോമ്പിനേഷനാണത്. അതാണ് ചാതുർവർണ്ണ്യമെന്ന് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കുകളാക്കി മാറ്റിയത്. അപ്പോൾ ചാതുർവർണ്ണ്യം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇൻ്റലിജൻസ് എന്നുള്ള ലെവലിലും, അതുപോലെ തന്നെ ക്ഷത്രിയൻ എന്ന് പറയുമ്പോൾ നല്ല രജോ ഗുണമുള്ള, അതായത് ശരിക്കും പറഞ്ഞാൽ കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന, പ്രൊട്ടക്ഷൻ തരുന്ന ഒരവസ്ഥയും, വേരിയേഴ്സ് പട്ടാളക്കാർ അതുപോലെയുള്ള പ്രവൃത്തി ആക്റ്റീവായിട്ട് ചെയ്യുന്നവരും, വൈശ്യന്മാർ അതായത് നമുക്ക് കച്ചവടം നടത്തി പല കാര്യങ്ങളും പൈസയുടെ കാര്യങ്ങളൊക്കെ ക്രയവിക്രയങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് മനസ്സിൻ്റെ വേറൊരു തലം. അത് കഴിഞ്ഞിട്ട് ശൂദ്രാവസ്ഥ എന്ന് പറയുമ്പോൾ ടു മേക്കിംഗ് സർവീസ്,
അത് ഈ സർവീസ് പല ശ്രമങ്ങളും നമ്മൾ എന്താ പറയുക സേവനങ്ങൾ ചെയ്യുന്നൊരവസ്ഥ. ഈ 4 അവസ്ഥകളാണ് ശരിക്ക് ചാതുർവർണ്ണയം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് 4ഉം വേണ്ട രീതിയിൽ ചേരുമ്പോഴാണ് ഒരു ലോകം നന്നാവുക, അല്ലെങ്കിൽ ഒരു സമൂഹം നന്നാവുക. ആ സമൂഹത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ 4ഉം കൂടി ചേരുമ്പോഴാണ് അവിടെ ഉന്നതി ഉണ്ടാവുക. അത് മനുഷ്യനിലും ആ 4 കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം, മാറി മറിഞ്ഞുകൊണ്ട് വരാം. ഇപ്പോൾ വർണ്ണം എന്നുള്ളത് ജാതി വ്യവസ്ഥയല്ല, ആ വർണ്ണം എല്ലാവരിലുമുള്ളതാണ്. അതുകൊണ്ട് സവർണം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 4 കാറ്റഗറിയും കൂടി ചേർന്നതാണ്. അപ്പോൾ പിന്നെ ഇവിടെ സവർണൻ അവർണൻ എന്ന് പറയുന്നതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലായാലും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടു. അത് മറ്റുള്ളവരെ മനസ്സിലാക്കാത്ത രീതിയിൽ ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് നമുക്ക് പറ്റിയ തെറ്റ്. അപ്പോൾ സവർണൻ എന്ന് പറയുമ്പോൾ അവർണനാരെ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അവർണൻ എന്ന് പറഞ്ഞത് ഈ വെസ്റ്റേൺ കൾച്ചർ പറഞ്ഞത് ഇതിനു പുറമെ ഈ എന്താ പറയുക തെഫ്റ്റ്, നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത തിന്മകൾ ചെയ്യുന്ന ആൾക്കാരെയാണ് അവർണനായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരെ അവർണനായിട്ട് കണക്കാക്കിയപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ താഴെയുള്ള ആൾക്കാരെ അവരെ അവർണനായി കണക്കാക്കി. അങ്ങനെ ഇവിടെ ഒരു ജാതീയ വ്യവസ്ഥ കൊണ്ടുവന്ന് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ആക്കി അതിനിങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ നമ്മുടെ സംസ്കാരത്തിന് നാശം വരുത്തുക എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെ അവർ വിജയിക്കുകയും ചെയ്തു. സത്യത്തിൽ സവർണം എന്ന് പറയുമ്പോൾ വേറൊരർത്ഥം പറയുകയാണെങ്കിൽ അറിവുള്ളവർ എന്നർത്ഥം. അപ്പം അറിവുകളാണ് ഈ വർണ്ണങ്ങൾ സവർണം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ സവർണം എന്ന് പറയുന്നത് കൊണ്ട് ഒരു ജാതി വ്യവസ്ഥയല്ല. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ബ്രാഹ്മണർ എന്ന് പറയുന്നവരല്ല ശരിക്കും സവർണർ. ബ്രാഹ്മണർ മറ്റു താഴെ കിടക്കുന്ന ആൾക്കാരെ അകറ്റി നിർത്തി, അവർ തൊട്ടടുത്ത മറ്റൊരു കാസ്റ്റിനെ അകറ്റി നിർത്തി. അത് വേറൊരു കാസ്റ്റ് ഇപ്പം പുലയ വർഗക്കാർ പറയൻ എന്ന് പറയുന്ന മറ്റൊരു വർഗത്തിനെ മാറ്റി നിർത്തി. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ കാസ്റ്റീസത്തിലും ഉപജാതികളൊക്കെ ആയിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റി നിർത്തിയിരിക്കുന്നൊരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആരാണ് സവർണർ, ആരാണ് അവർണർ? അപ്പം എല്ലാ വശത്തും നോക്കിയാലും അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കാതെ പോയത്. അതുകൊണ്ട് ഇവിടെ ഒരു ടോപ്പ് ക്ലാസ്, ഒരു ലോ ക്ലാസ് എന്നുള്ള ഒരു വ്യത്യസ്ത ചേരിതിരിവുണ്ടാക്കി തിരിച്ച് ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് അതിനെ ഒരു വിദ്യാഭ്യാസ നയത്തിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടുവരുന്നത്. അത് തികച്ചും തെറ്റാണ്, അതല്ല ശരി. നമ്മുടെ സംസ്കാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു വാക്ക് ഈ എന്താ പറയുക വേർതിരിക്കുന്ന, കാസ്റ്റായിട്ട് വേർതിരിക്കുന്ന ജാതി വ്യവസ്ഥ ഒരിക്കലും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ നമുക്ക് സാധിക്കില്ല. അത് നിങ്ങൾ എത്ര നിരീക്ഷിച്ചാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നമുക്ക് തന്നെ നോക്കി കണ്ടുപിടിച്ചാൽ നമുക്ക് നോക്കാൻ സാധിക്കുന്നത് പുരുഷ സൂക്തത്തിൽ നമുക്കൊരു ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. പുരുഷ സൂക്തം ഋഗ്വേദത്തിൽ കാണുന്നതാണ്. 10:90 അത് നോക്കിയാൽ കാണാം. ബ്രാഹ്മണോസ്യ മുഖാമാസിത് ബാഹു രാജന്യകൃത ഊരു തദസ്യ യത് വൈശ്യ പാദ്ഭ്യാം ശൂദ്രോ അജായത. ആ 2 വരിയിലൂടെ, ആ ശ്ലോകത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു കാര്യമാണ് അത്രയേ ഉള്ളൂ അതിലുള്ളത്. അതായത് ഫ്രം ഹിസ് ഫേസ് ഓർ മൗത്ത് കെയിം ദാറ്റ് ബ്രാഹ്മണാസ്. അവൻ്റെ മുഖം അല്ലെങ്കിൽ ആ മൗത്ത്, അതാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ അറിവാണ് ബ്രാഹ്മണൻ. അറിവുള്ളവരൊക്കെ ബ്രാഹ്മണൻ എന്ന് പറയും. അപ്പോൾ ജന്മം കൊണ്ട് അല്ല ഒരിക്കലും ഈ കാസ്റ്റീസ് ഉണ്ടായിട്ടുള്ളത്, ജന്മമല്ല. നമ്മളത് വീണ്ടും തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാരും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മറ്റുള്ളവരുടെ ആവശ്യവും.
അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തുടർന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അറിവാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം, എല്ലാവരിലും ഉള്ളതാണ്. അപ്പം അതിനെ ഡെവലപ്പ് ചെയ്യുക, അതാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രം ഹിസ് 2 arms came the രാജന്യ, ദാറ്റ് ഈസ് ക്ഷത്രിയാസ്. രണ്ട് കൈകളെയാണ് നമ്മൾ ക്ഷത്രിയ എന്ന് പറയുക, രാജന്യ. അതായത് അവരുടെ ലക്ഷ്യം കൈകൾ പ്രവർത്തിപ്പിക്കുക. കൈകളെ കൊണ്ടെന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ, അവരുടെ ആക്ടിവിറ്റീസ്, എന്താ പറയുക, അവരൊരു എപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ പ്രൊട്ടക്ഷനാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ രാജ്യത്തെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ശരീരത്തെ സംരക്ഷിക്കുക, ഇതാണ് അതിൻ്റെ ലക്ഷ്യം. 3, ഫ്രം ഹിസ് 2 thighs came the വൈശ്യാസ്. നമ്മുടെ തൈസ് എന്ന് പറഞ്ഞ തുടയുടെ ഭാഗം, ആ ഭാഗമാണ് ശരിക്കും വൈശ്യ എന്ന് പറയുന്ന ഒരവസ്ഥ. അതായത് നമുക്ക് എല്ലാ തരത്തിലും നമുക്കറിയാം പൈസ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പം മർച്ചൻസ്, അതായത് അവർ കച്ചവടവും മറ്റുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ട് ആ കാര്യത്തിന്, സമൂഹത്തിന്, സൊസൈറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഹാർമണി ചെയ്യണമെങ്കിൽ പണം ആവശ്യമാണ്, ധനം ആവശ്യമാണ്. അത്തരത്തിലുള്ള വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നവരാണ് വൈശ്യാസ്. അതാണ് മനുഷ്യൻ്റെ ആ തുടകളായിട്ടുള്ള ഭാഗങ്ങളാണത്. അപ്പം ആ ഒരു പ്രധാനപ്പെട്ട ഏരിയ, അതിനെക്കുറിച്ചെന്ന് പറയുമ്പോൾ അതില്ലാതെ ഒരു ശരീരത്തിന് പൂർണ്ണതയില്ല. അത് ശരീരത്തിന് എങ്ങനെയാണോ അത് കോമ്പിനേഷൻ ചെയ്തു വരുന്നത്, അതുപോലെ സൊസൈറ്റിയിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഒരു ഹാർമണി ഉണ്ടായാൽ മാത്രമേ അത് മുന്നോട്ട് പോകൂ എന്നുള്ള പരമസത്യമാണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്, ഫ്രം ഹിസ് 2 feet came the ശൂദ്രാസ്. ആ 2 കാലുകൾ, ഫീറ്റ്സ്, പാദങ്ങൾ, അതാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ സെർവ് ചെയ്യുക, നയിക്കുക, സേവനം ചെയ്യുന്ന ആ ഒരു ഏറ്റവും പവിത്രമായിട്ടുള്ള അവസ്ഥ സ്വരൂപിച്ച് സമ്പാദിച്ച് നമ്മൾ ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്ക് നമ്മളെപ്പോലെ ആവാനുള്ള ഒരു വഴി കണ്ടെത്തി കൊടുക്കുക, അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പം കാല് എന്ന് പറയുന്ന, പാദം എന്ന് പറയുന്നതിനെ സ്മരിക്കുന്നതാണത്. ഈ 4 കാര്യത്തെയാണ് നമ്മൾ ഈ പുരുഷ സൂക്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുക. വേറെ എവിടെ നിങ്ങൾ നോക്കിയാലും ഈ തരത്തിലുള്ള പിന്നെ ഒരു കാസ്റ്റാക്കി തിരിച്ചതൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ പലതും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാസ്റ്റിസം കൊണ്ടുവന്ന രീതിയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, ദേവഗിരി ഭാഷ, സംസ്കൃത ഭാഷ ഒക്കെ ഉണ്ടല്ലോ. അത് സൗത്ത് റീജിയനിൽ നോക്കിക്കഴിഞ്ഞാലും നോർത്ത് റീജിയനിൽ നോക്കിക്കഴിഞ്ഞാലും നേപ്പാളിലെ ദേവനാഗരികളിൽ 4 ഭാഷയിൽ ഒരെണ്ണത്തിലും അല്ലാത്ത 14 ദേവനാഗരി ഭാഷയിൽ 4 എണ്ണത്തിലും മാത്രമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ കാസ്റ്റിസം കൊണ്ടുവന്നത് ഒരു പക്ഷേ അതിനുശേഷം എഴുതി ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉദ്ദേശശുദ്ധി ഡിസ്ട്രക്ഷനാണ്, ആ ഒരു കൾച്ചറിനെ ഇല്ലായ്മ ചെയ്യുക. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി എഴുതാനുള്ള ഒരു പ്രവണതയാണ് അതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഒറിജിനലായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ധാരാളം ഉണ്ട്. അവരത് നോക്കിയിട്ടാണ് വെസ്റ്റേൺ കൾച്ചർ ഇതിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ എല്ലാ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനം നമ്മുടെ ഒറിജിനലായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ഇനി അപ്പോൾ നമ്മൾ ഏറെ തെറ്റിദ്ധരിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ക്ലാരിഫൈ ചെയ്തത്. ഇതാണ് ശരിക്കും നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ചാതുർവർണ്ണമില്ല. ഒരു ശരീരത്തിൽ നമ്മുടെ ഇൻ്റലിജൻസ്, അതായത് ഫേസ്, ബ്രെയിൻ, ആ ഭാഗവും നമ്മുടെ കരങ്ങളും നമ്മുടെ തുടകളും നമ്മുടെ പാദങ്ങളും ചേർന്ന് ഒരു ശരീരത്തിന് എപ്പോഴൊക്കെ അതിൻ്റെ ആവശ്യകതയുണ്ടോ അതിന് യൂണിഫൈ ചെയ്ത് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആ സിസ്റ്റം വർക്കൗട്ട് ആവുക. അതുപോലെയാണ് ആ 4 കാര്യങ്ങൾ, 4 വർണ്ണങ്ങൾ ഒരു മനുഷ്യരിൽ വേണ്ട സമയത്ത് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ്
ആ ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ്, ആ ഹാർമണി വരുമ്പോഴാണ് മനുഷ്യൻ മുന്നോട്ടേക്ക് പോവുക. അതുവഴി സൊസൈറ്റി, ഒരു രാജ്യം മുന്നോട്ടേക്ക് പോവുക എന്നുള്ള ശക്തമായിട്ടുള്ള പോസിറ്റീവ് അർത്ഥമാണ് അതിനുള്ളത് എന്നർത്ഥം. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ പലപ്പോഴും പലരും ഇപ്പോഴും തെറ്റിദ്ധരിച്ച് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾ കേരളത്തിലൊക്കെ അറിയാം, കേരളത്തിൽ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും ഈ പറയുന്ന അയിത്തവും അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ നമ്മൾ കേരളത്തിലായതുകൊണ്ട് കേരളത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, ക്ഷേത്രത്തിൽ കിടക്കാൻ പാടില്ല, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങി പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികൾ, അല്ലെ, പണ്ഡിറ്റ് കറുപ്പൻ, അതുപോലെ അയ്യങ്കാളി, അതുപോലെ ശ്രീനാരായണ ഗുരു മഹാദേവർ, ഇവരൊക്കെ അറിയാം. ഇവരൊക്കെ ഇതിന് എതിരെ ശക്തമായി പ്രവർത്തിച്ച് നവോത്ഥാനം ചെയ്യാൻ ശ്രമിച്ചവരാണ്. ഇവരൊക്കെ നിങ്ങൾ നോക്കുക, പണ്ഡിറ്റ് കറുപ്പൻ താഴ്ന്ന ജാതിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന അന്നത്തെ അവസ്ഥയിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്ന് പറയുന്ന വലിയ മഹത്തായ ജ്ഞാനിയുടെ കൊട്ടാരത്തിൽ ആള് വിദ്യാഭ്യാസത്തിന് വന്നപ്പോൾ പലരും എതിർത്തപ്പോൾ പറഞ്ഞത് വിദ്യാഭ്യാസത്തിന് ജാതിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ കേരളത്തിലൊക്കെ അങ്ങനെയുള്ള വലിയ രാജാക്കന്മാരുണ്ടായിരുന്നപ്പോൾ അവരെ സവർണൻ എന്ന് പറഞ്ഞിട്ട് മൂരാച്ചികളെന്ന് പറയേണ്ട ആവശ്യകത എന്താ? അവർ പോലും ഇതിന് ഒരു തരത്തിലും അവർക്ക് ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. പണ്ഡിറ്റ് കറുപ്പനെ അങ്ങനെ പണ്ഡിറ്റാക്കി മാറ്റിയത്, പണ്ഡിറ്റ് കറുപ്പനാക്കി മാറ്റിയതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. പലതും നമുക്ക് വ്യക്തമായിട്ട് ഉദാഹരണങ്ങൾ പറയാം. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിലും നമുക്ക് പറയാനുണ്ട്. വൈക്കം സത്യാഗ്രഹം ഉണ്ടായിരുന്നു. വൈക്കത്ത് ആ റോട്ടിലൂടെ പല പട്ടികൾക്കും പൂച്ചകൾക്കും നടക്കാൻ പറ്റുമ്പോൾ മനുഷ്യരെ കയറ്റാതിരുന്ന ചരിത്രം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അത് ആര് പറഞ്ഞിട്ടാ? ഈ പറയുന്ന ഡിസ്ട്രക്റ്റീവായിട്ട് ചെയ്തിരിക്കുന്ന വെസ്റ്റേൺ കൾച്ചർ അപ്പാടെ നമ്മൾ പകർത്തി അത് നമ്മളെ ശീലിപ്പിച്ച് ഒരു കൺഫ്യൂഷനാക്കി വെച്ച് കൊണ്ടിരിക്കുന്ന പശുക്കളെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണ, പശുവിൻ്റെ ഇറച്ചി അല്ലെങ്കിൽ നരബലി അല്ലെങ്കിൽ മൃഗബലി, ഇതിനെക്കുറിച്ചൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ വിശ്വാസങ്ങളെ മുന്നോട്ട് നയിച്ച് ബഹുഭൂരിപക്ഷം വിശ്വാസികളെയും ഒരു കൺഫ്യൂഷനാക്കി വയ്ക്കുന്ന ഒരവസ്ഥയായതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. അവിടെ ആ വൈക്കം സത്യാഗ്രഹ സമരം നടന്നപ്പോൾ ആ ടെമ്പിൾ എൻട്രിക്ക് വേണ്ടിയിട്ട് വോട്ടിംഗ് നടത്തിയപ്പോൾ ഒരു വോട്ടിനാണ് അത് കടക്കാൻ പാടില്ല എന്ന് തീരുമാനം വന്നത്. അനുകൂലിച്ച് വോട്ട് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അതിലൊരു കോട്ടയംകാരനായിട്ടുള്ളൊരു ക്രിസ്ത്യാനിയും പിന്നെ ഒരു ഡോക്ടർ പൽപ്പുവിൻ്റെ അനിയനും ആണ് അതിലുണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഡോക്ടർ പൽപ്പു എന്ന് പറയുമ്പോൾ നവോത്ഥാനത്തിന് വേണ്ടി ഈ ഭ്രഷ്ടാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ആൾ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ വേറൊരു തരത്തിൽ പ്രവർത്തിച്ച ഒരു ചരിത്രം കൂടി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ പറയുന്ന പല രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ പറയുമ്പോൾ ആ പൊളിറ്റിക്സിലൂടെ ആ ഒരു വൈകാരികത നിലനിർത്തിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടി അവരുടെ കാര്യങ്ങളിലൂടെ ലക്ഷ്യത്തിലൂടെ ലോകം പോകണമെന്നുള്ള ഒരു ദുഷ്ടചിന്താഗതിയിലൂടെ ഇന്നും അത് കടന്നു പോകുമ്പോൾ ഒരു വലിയ സംസ്കാരത്തിന് നമ്മൾ കൊലയ്ക്ക് കൊടുക്കുന്ന രീതിയിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വീണ്ടും നമുക്ക് നോക്കിയാൽ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ മഹിമ എന്ന് പറഞ്ഞാൽ ഈ കാസ്റ്റിസം നമ്മൾ പറഞ്ഞിട്ടില്ല, ജന്മനാ കിട്ടുന്നതും എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പ്രവൃത്തി ചെയ്യുക, ആ പ്രവൃത്തിയുടെ ആ ഒരു ഡിവിഷനാണ് അത് പറഞ്ഞിട്ടുള്ളത്. അത് ചോയ്സാണ്, ചോയ്സ് ഓഫ് ആക്ടിവിറ്റീസാണ്. അതെല്ലാവരിലുമുണ്ട്. അതെല്ലാവരിലും അത് മാറി മറഞ്ഞുകൊണ്ട് വരാം. ഇതിനെ നമ്മൾ വേണ്ട രീതിയിൽ ക്രോഡീകരിച്ചാലാണ് ഉന്നതി ഉണ്ടാവുക എന്നുള്ളതാണ് അതിനർത്ഥം. നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ രാമൻ്റെ കാര്യം എടുത്തു നോക്കുക. രാമൻ പല ദിക്കിലൂടെ നമുക്കറിയാം, സീതാന്വേഷണത്തിന് പോകുമ്പോഴും പല ആശ്രമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഗുഹൻ അതുപോലുള്ള പല ഇതിലൂടെ കടന്നു പോകുമ്പോൾ ആ കാട്ടുജാതിയിലുള്ള ശബരി, നിങ്ങൾക്കറിയാം, ഇവരെയൊക്കെ കാണുമ്പോഴൊക്കെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചിട്ടുള്ള സംസ്കാരമാണ് നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ സവർണവും അവർണവും മേധാവിത്വവും ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പഴയ കാലഘട്ടത്തിൽ നോക്കിയാൽ, ആ വേദ കാലഘട്ടത്തിൽ നോക്കിയാൽ സ്ത്രീകൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ടല്ലേ ഈ സ്ത്രീകൾക്കുള്ള പ്രാധാന്യം അണ്ടർഗ്രൗണ്ട് ആയത്. അത് എപ്പോഴാണത് വന്നത്? അത് വെസ്റ്റേൺ കൾച്ചർ വന്നപ്പോഴാണ് അത്
അങ്ങനെ മാറ്റിത്തിരിച്ചത്. അങ്ങനെ വരുമ്പോൾ ഇവിടെയൊക്കെ സ്ത്രീകൾക്ക് സപ്രസ് ആയിട്ടുള്ള ഒരു അവസ്ഥ കൊടുത്തതും ഇപ്പോൾ പറയാറുണ്ട് സന്യാസിമാർ മഹർഷിമാരൊക്കെ ആണ് എന്നൊരു ധാരണയുണ്ട്. അത് തെറ്റാണ്. സന്യാസിമാരൊന്നുമല്ല, മഹർഷിമാരെല്ലാവരും സന്യാസിമാരായിരുന്നിട്ടുമില്ല. മഹർഷി എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ സന്യാസം എന്ന് പറഞ്ഞ വാനപ്രസ്ഥം, അതായത് അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും അവർ മാറ്റിമറിച്ചുകൊണ്ട് ഏറ്റവും ദിവ്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാൻ കഴിവുള്ളവരാണ് അവർ. അപ്പോൾ ഈ പറയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ടാണ് സാധിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ യജ്ഞവൽക്യനെ കുറിച്ച് നമുക്കറിയാം, ശ്രീബുദ്ധനെ കുറിച്ച് നമുക്കറിയാം. എല്ലാ സുഖ സൗകര്യങ്ങളും ലൗകിക സൗകര്യങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് അവർ തപസ്സനുഷ്ഠിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ആ യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് പൂതമായിട്ട് ഭവിക്കുക, സന്തോഷമായിട്ട് കിട്ടുക എന്നറിയാനുള്ള ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ അറിവാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അറിവ് നേടുക, ആ അറിവുള്ളവരിൽ നിന്ന് നേടുക, അതാണ് ഗുരു പരമ്പര എന്ന് പറയുന്നത്. ആ ഗുരു പരമ്പരയ്ക്ക് വേണ്ടി കിട്ടുന്ന അറിവും ആ അറിവ് കിട്ടാൻ വേണ്ടി നമ്മൾ ചോദിക്കുക. ആ ചോദിക്കുമ്പോൾ നമുക്ക് അറിവ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ഭാന്താവിലൂടെയാണ് നമ്മുടെ സംസ്കാരം പോയിട്ടുള്ളത്. അപ്പോൾ യജ്ഞവൽക്കല്യം 2 ഭാര്യമാരെ വിളിച്ചിട്ട് ഞാനിനി എൻ്റെ സ്വത്തൊക്കെ ഞാൻ ഡിവൈഡ് ചെയ്ത് തരാം, ഞാൻ പോവുകയാണ് സന്യാസത്തിനെന്ന് പോകുമ്പോൾ ആ രണ്ടാമത്തെ ഭാര്യ പറയും, ഞാൻ ഇല്ല, എനിക്ക് സ്വത്ത് വേണ്ട, നിങ്ങൾ എന്ത് തേടിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്, എനിക്കതൊന്ന് പറഞ്ഞു തരൂ എന്നാണ് പറയണത്. അപ്പം അവിടെ എന്താ പ്രത്യേകത നോക്കുക, ആ സ്ത്രീക്ക് പോലും ആ ഒരു ഭർത്താവിനോടുള്ള ആ ഒരു 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 എന്താ പറയുക ബന്ധം നമുക്കവിടെ ദർശിക്കാൻ സാധിക്കും. അപ്പോഴാണ് പറയുന്നത് അറിവ് നേടാനാണ് പോകുന്നത്, അറിവിലൂടെ ആത്മസുഖം നേടാനാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന പൈസ ധാരാളം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. കാരണം അന്നൊക്കെ രാജകൊട്ടാരത്തിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ, ചർച്ച എടുത്തു കഴിഞ്ഞ് വിജയിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണ നാണയമാണ്. അദ്ദേഹം മിക്കവാറും എല്ലാവർക്കും കൊടുത്തവിടാം, ധാരാളം സ്വത്ത് അദ്ദേഹത്തിന് ഉണ്ട്. അപ്പോൾ ഈ സ്വത്തൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചത്. അത്തരത്തിലുള്ള ഒരു ഭാരതീയ സംസ്കാരം നമ്മൾ നോക്കുമ്പോൾ വേറെ ഏത് സംസ്കാരത്തിലാണ് ഇത് കാണാൻ സാധിക്കുക? ബാക്കിയൊക്കെ റിലീജിയനാണ്. അവിടെ അവരുടേതായിട്ട് നിക്ഷിപ്ത താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ അടിച്ചമർത്തുക, അവർ മാത്രം നന്നാവുക, ഇതാണ് അവരുടേതായിട്ടുള്ള റിലീജിയൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സംസ്കാരത്തിലില്ല. അതുകൊണ്ടാണ് വസുദൈവ കുടുംബകം, അതുപോലെ അഹം ബ്രഹ്മാസ്മി, എല്ലാം നിന്റെ ഉള്ളിലാണുള്ളത്. വസുദൈവ കുടുംബം, ലോകമേ തറവാട്, ലോകം തന്നെയാണ് തറവാട്. ഇത്രയും വിശാലമായിട്ടുള്ള കൺസെപ്റ്റ് ചിന്തിക്കുന്ന ഭാരതീയ സംസ്കാരത്തിൽ ഈ വർണ്ണവും സവർണനും അവർണനും എന്നുള്ള ഒരു വാക്കുകൾ ഉച്ചരിച്ച് അതിനെ ശിഥിലമാക്കാൻ നമ്മുടെ പൂർവികര്, മഹർഷിമാര്, സന്യാസിമാരൊന്നും ശ്രമിച്ചിട്ടില്ല എന്ന് ശക്തമായിട്ട് നമുക്ക് പറയാൻ നിരവധി തെളിവുകളുണ്ട്. അത് നമ്മുടെ തുടർന്ന് വന്ന ബ്രിട്ടീഷുകാർ തുടർന്ന് വന്ന് അത് പിന്തുടർന്ന് വന്ന നമ്മുടെ പല നേതാക്കളും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി അത് ചെയ്തു വെച്ച് ഒരു വലിയ മഹത്തായ സംസ്കാരത്തിനെ കൺഫ്യൂഷനാക്കിക്കൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ഒന്നാണ്. അവിടെ ചാതുർവർണ്ണ്യം എന്നുള്ളതിൻ്റെ പരമാർത്ഥം എന്താണ്? സവർണൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവർണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അവർണന്മാരായിട്ടുള്ള പലരും, അല്ലെങ്കിൽ ഈ ദുഷിച്ച കർമ്മങ്ങൾ ചെയ്യുന്നവർ, അതുപോലും നമ്മുടെ സംസ്കാരത്തിൽ, ആ ഭാരതീയ സംസ്കാരത്തിൽ അങ്ങനെ വേർതിരിച്ച് കണ്ടിട്ടില്ല. നമുക്ക് വളരെ വ്യക്തമാണ്. വാത്മീകിയെ നമ്മൾ നോക്കിയാൽ കാണാം. ഒരു റോബറായിട്ടുള്ള, ഒരു കള്ളനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ചിന്താമണ്ഡലത്തെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു വർണ്ണത്തെ ബ്രാഹ്മണ തുല്യത്തിലേക്ക് എത്തിച്ചപ്പോൾ അദ്ദേഹം വലിയൊരു വാത്മീകം എന്ന് പറയുന്ന ചെതൽപ്പുറ്റിൽ ഇവിടെ ഇരുന്നു കൊണ്ട് വലിയൊരു ഇൻ്റലിജൻസ് ലെവലിലേക്ക് എത്താൻ സാധിച്ച, നമുക്ക് വലിയൊരു എന്താ പറയുക, രാമായണം എന്ന് പറയുന്ന ഒരു ഇതിഹാസം തന്നെ കൊണ്ടു തന്ന അദ്ദേഹത്തെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഉദാഹരണമാണ്. അപ്പോൾ വെറും കള്ളനായിരുന്ന അദ്ദേഹത്തിന്
എത്രയോ വലിയ സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സംസ്കാരം വേറെ എവിടെ കാണാൻ സാധിക്കും? അപ്പോൾ അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ വാത്മീകിയെ പോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്വാമി രാമാനന്ദ ആള് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാന്യദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കബീർദാസ് എന്ന് പറഞ്ഞാൽ മുസ്ലിമാണെന്നാണ് പറയുന്നത്. അതുപോലെ സന്ത് രവിദാസ് ഒരു ചെരുപ്പ് കുത്തിയാണെന്നാണ് പറയുന്നത്. അതുപോലെ ധാനാ ഭഗത് അദ്ദേഹം ഒരു പെസൻ്റാണ്, താഴ്ന്ന ജാതിക്കാരൻ അല്ലെങ്കിൽ പൈസ കുറവുള്ള ആളാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവരുടെ ശിഷ്യ പരമ്പരയായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് ജാതി വ്യവസ്ഥയിലാണ് അവർ കണ്ടത്? അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇത് ആരാണ് ഉണ്ടാക്കിയത്? തികച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെസ്റ്റേൺ കൾച്ചറാണ് ഇത് കൊണ്ടുവന്നത്. അങ്ങനെ ആര്യനും ദ്രാവിഡനുമൊക്കെ ആക്കി അതിന്നും നമ്മുടെ മൂടി വെച്ചുകൊണ്ട് നമ്മുടെ തുടർ വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ സംസ്കാരത്തിനെയും ആ ശാസ്ത്രീയതയെയും ആ ശാസ്ത്രത്തെയും നമ്മൾ മറന്നുകൊണ്ട് എന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുരുതി കൊടുക്കുന്നത്? നമ്മുടെ ഇപ്പം ഇന്നത്തെ നേട്ടം മുഴുവനും, രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ നേട്ടം മുഴുവനും നമ്മുടെ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ വെച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളല്ല തെളിയിച്ചിട്ടുള്ളത്. വെസ്റ്റേൺ കൾച്ചർ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത് അതിനെ പഠിച്ച് വിശകലനം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ലോകത്തെ നയിക്കാൻ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് സാധിക്കുള്ളൂ എന്നുള്ളതിനുള്ള തെളിവാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെയും നമുക്ക് കാണാൻ സാധിക്കും, കൃഷ്ണൻ്റെ യുഗത്തിലെടുത്താലും നമുക്കിതുപോലെ തന്നെ ഒരു ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റു കാര്യമോ അദ്ദേഹം പറഞ്ഞിട്ട് പോലും ഇല്ല. അദ്ദേഹം തന്നെ അർജുനനോട് പലതും പറഞ്ഞിട്ടുണ്ട്. എന്താണ് വേണ്ടത്? എന്നെ ആവാൻ അല്ലെങ്കിൽ എന്നെ പോലെ ആവാൻ അറിവ് സമ്പാദിക്കുക. അപ്പോൾ സ്വയം അറിഞ്ഞ് ആത്മാവിലേക്ക് എത്താൻ സാധിക്കണം. ആ ലെവലിലേക്ക് എത്തുന്നവനാണ് സവർണൻ എന്ന് പറയുക. അപ്പം അതെല്ലാവർക്കും ഉള്ളതാണ്. അപ്പം ഈ വർണ്ണം എല്ലാവരിലും ഉള്ളതാണ്. അപ്പോൾ അവിടെ ചാതുർവർണ്ണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ടോട്ടാലിറ്റിയാണ്, അവനെ ഉയർത്തി എഴുന്നേൽപ്പിക്കുക. അപ്പം എല്ലാ വർണ്ണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെയാണ് പൂർണ്ണത ഉണ്ടാവുക. അല്ലാതെ ഒരു ജാതീയതയോ ഒരു വർഗീയതയോ ഒരു ജാതി സ്പിരിറ്റോയിലൂടെ കൂടിയോ നമ്മൾ നമ്മുടെ സംസ്കാരത്തിന് കൊണ്ടുപോയിട്ടില്ല. അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. നിങ്ങൾക്കത് ഹിസ്റ്ററിയിലൂടെ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മഹത്തായ ആർഷഭാരത സംസ്കാരത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷനും അതിൽ കൊടുത്തിട്ടില്ല. സ്ത്രീകൾക്ക് പ്രഥമ പരിഗണന കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല എല്ലാവർക്കും ഒരുമിച്ച് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ജാതിക്കോ മതത്തിനോ വർഗത്തിനോ അല്ലെങ്കിൽ വ്യത്യാസങ്ങളൊന്നും കൊടുക്കാതെ എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള അവസ്ഥ എല്ലാത്തിലുമുണ്ട് എന്ന് പറയുന്ന ഒരു മഹത്തായ സംസ്കാരമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഇതിനെ മാറ്റിമറിക്കാനുള്ള ഡിസ്ട്രക്ഷൻ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ആൾക്കാരും വന്ന് അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. തിരിച്ചറിയാതെ നമ്മളിപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാതെ മുന്നോട്ട് പോകുന്നത് തികച്ചും അബദ്ധമാണ്. നമ്മളതിനെ തിരിച്ചറിയുക, പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ആ ഒരു മഹത്തായ ആ ഒരു പാരമ്പര്യത്തെ നമ്മൾ തുടർന്നു കൊണ്ടുപോവുക. വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത് അതാണ്. നന്ദി, നമസ്കാരം.